ഹായ് ഫ്രണ്ട്സ്, ഇത് ഞങ്ങളുടെ ചങ്ങലം വരണ്ട ചെടിയാണ്. നല്ല ഔഷധ ഗുണമുള്ള ചങ്ങലം വരണ്ട എല്ലാവരും വീട്ടിൽ വെച്ച് പിടിപ്പിക്കുക. ഞാൻ വളരെ കാലത്തെ ആഗ്രഹത്തിന് ശേഷമാണ് ഇത് എനിക്ക് കിട്ടിയത്. കല്യാട് പോയപ്പോൾ ബാലമാഷ വീട്ടിൽ നിന്നാണ് ഇതിൻ്റെ ഒരു ചെറിയ തണ്ട് കിട്ടിയത്. ഇത് പെട്ടെന്ന് വളർന്ന് കിട്ടുന്നതാണ്. കണ്ട, ഞാനൊരു ചാക്കിലായിരുന്നു നട്ടത്. ഇത് ചമ്മന്തിയൊക്കെ അരച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റും. വയറുവേദനക്ക് പിന്നെ ഇതിൻ്റെ നീര് കഴിക്കാവുന്നതാണ്. നല്ല ഔഷധ ഗുണമുള്ളതാണ്. നടുവേദന, എല്ല് തേയ്മാനം, എല്ല് പൊട്ടിയാൽ ഒടിഞ്ഞാലെല്ലാം ഇത് ചതച്ചിട്ട് തുണി വെച്ച് കെട്ടുന്നത് നല്ലതാണ്. പിന്നെ എള്ളെണ്ണയിൽ കാച്ചിയിട്ട് ഈ നീരുള്ള ഭാഗത്ത് ഉപയോഗിക്കുക. ചതച്ചിട്ട് നീരുള്ള ഭാഗത്ത് പുരട്ടാം. തമിഴ്നാട്ടിലതൊക്കെ ഇത് കഞ്ഞിയുടെ കൂടെ വെറുതെ അവർ കഴിക്കും. ചമ്മന്തി അരച്ച് കഴിക്കും. അവർക്ക് പച്ചിലകളോടൊരു അസാധാരണ ഇഷ്ടമാണ്. കറ്റാർ വാഴയെല്ലാം അവർ ജ്യൂസ് നന്നായിട്ട്, നമ്മുടെ നാട്ടിൽ ഈ കരിമ്പിൻ ജ്യൂസെല്ലാം അടിക്കുന്നത് പോലെ അവിടെയെല്ലാം ഈ കറ്റാർ വാഴ ജ്യൂസ് അടിച്ച് കൊടുക്കുമ്പോൾ കഴിക്കുന്നതാണ്. അതുപോലെ ഇതും അവർ സർവ്വസാധാരണയായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇത് കാണാൻ ചെടിയുടെ കൂട്ടത്തിൽ വളർത്താനും നല്ലതാണ്. ഓരോ എല്ലുകൾ യോജിപ്പിച്ച പോലെ. പിന്നെ ബോൺസെറ്റർ എന്നെല്ലാം പറയുന്നുണ്ട് പേര്. ഓരോ മുട്ടായിട്ട് കണ്ട. ഇതിൻ്റെ ഇല ഇതേ ഷേപ്പിലാണ്. ഹൃദയത്തിൻ്റെ ഷേപ്പിലാണ്. നന്നായിട്ട് വളർന്ന് കിട്ടും. ആദ്യത്തെ ഒരു വർഷമേ പിന്നെയും കുറച്ച് പ്രയാസമുള്ളൂ. ഇനി നന്നായിട്ട് വളരും. ഞാൻ ഇതുവരെ ഇതൊന്നും എണ്ണ കാച്ചാനൊന്നും ഉപയോഗിച്ചില്ല. എനിക്ക് കർക്കിടക കഞ്ഞിയിലെല്ലാം കുറേശ്ശെ ഉപയോഗിക്കണം. ഈ ആർത്തവ സംബന്ധമായ വേദനക്ക് ഇത് അരച്ച് ഇതിൻ്റെ ചാറ് കുറച്ച് കഴിക്കുന്നത് നല്ലതാണ്. ഒരു 3-4 ദിവസം കഴിച്ചാൽ പൂർണ്ണമായും വേദന കുറയുമെന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്. ആയുർവേദത്തിലൊരു മുഖ്യ ഘടകം തന്നെയാണ് ഈ മരുന്ന്. നട്ട് വളർത്താൻ ഇതിൻ്റെ ഒരു മുട്ടുന്നത് എന്താ, ഈ ഒരു ഇത്രയും ഉള്ളത് നട്ടാൽ മതി. ഈ മുട്ടുന്ന നല്ല വേരുകൾ ഇറങ്ങും. മുട്ടെണ്ണം വേര് വരുന്നുണ്ട്. അതാ മാറ്റി നട്ടത്. അതായത് ഇതിൻ്റെ തളിരില്ലാന്ന്, എന്നിട്ടും വേര് വരുന്നുണ്ട്. പെട്ടെന്ന് വളർത്താൻ പറ്റുന്നതാണ്. ചൂടിനെല്ലാം അതിജീവിക്കാനുള്ള കഴിവുണ്ട്. അധികം വെള്ളമൊന്നും ഈ ചെടിക്ക് ആവശ്യമില്ല. പിന്നെ ഈ ഇലക്കറികളെ കൂട്ടത്തിൽ കുറച്ച് ചേർത്തിട്ട് നമുക്ക് വറവെല്ലാക്കുമ്പോൾ ഉപയോഗിക്കാം. കഞ്ഞി കൂടാണ്ട് നടുവേദനക്കെല്ലാം നല്ല ഔഷധമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണിത്. എൻ്റെ എത്രയോ കാലത്തെ ആഗ്രഹത്തിന് ശേഷം ഇപ്പോൾ ഇതിവിടെ വളർത്താൻ പറ്റി. എനിക്ക് എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ എല്ലാവർക്കും ഇത് വീട്ടിൽ തന്നെ നട്ട് വളർത്താവുന്നതാണ്. പിന്നെ എല്ലാം ഒടിഞ്ഞ് പിന്നെ നീരെല്ലാം ഉണ്ടാവില്ല. ആ നീരിനെല്ലാം അത്യുത്തമമാണെന്നാണ് പറയുന്നത് ആയുർവേദത്തിൽ. പെട്ടെന്ന് നീരും വേദനയും മാറിക്കിട്ടും. ഇതൊരു പൈപ്പെല്ലാം പിന്നെ ഇങ്ങനെ നാട്ടിക്കൊടുത്താൽ അതിൻ്റെ മേലെ കൂടെ ഈ കുരുമുളക് വള്ളിയെല്ലാം പടർത്തുന്ന പോലെ പടർത്താൻ പറ്റും. നല്ല ഭംഗിയായിരിക്കും കാണാനും. വീട്ടിൻ്റെ മുമ്പിൽ നല്ലൊരു ഭംഗിയുള്ളൊരു ചെടി പോലെ വളർത്താൻ പറ്റും. നല്ല ഔഷധമാണല്ലോ. വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടെങ്കിൽ അറിയിക്കുമല്ലോ. വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. പെട്ടെന്ന് തന്നെ നല്ലൊരു വീഡിയോയുമായി കാണാം.